ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും ഇവളെന്താ സ്കൂളിൽ നിന്നില്ലേ. അപ്പോൾ സ്കൂളിൽ പ്രത്യേകിച്ചല്ല, ഒരു കാരണമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് വന്നതാണ്. അപ്പോൾ അത് ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറ്റിപ്പുറം പോകാണ്ട് ചെറിയൊരു ഷോപ്പിങ്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. 5 മണിൻ്റെ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് അസ്മികുട്ടനെ നേരിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആളെന്തോ ഒരു പിണക്കത്തിലാണ് കേട്ടോ. അതിനതാ ഞങ്ങൾ നേരിട്ട് ബട്ടൺ ഹൗസ്ക്കാണ് പോണത്. അപ്പോൾ എനിക്ക് ഷർട്ടിന് ബട്ടൺ വെക്കാനുണ്ട്, പിന്നെ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കും വേണം കേട്ടോ. അങ്ങനെ ഞാൻ 5:10 ബസ്സിനാണ് അവിടെ നിന്ന് പോകുന്നത്. ഒരു 5:30 ആകുമ്പോൾ ഇവിടെ എത്തും കേട്ടോ. അങ്ങനെ അസ്മിക്കുട്ടൻ വന്ന പാടനെ അവിടെ ക്ഷീണിച്ച് കിടന്നു. കാരണം ബട്ടൺ വെച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ അവർ ബട്ടൺ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്ക് നല്ല വിശക്കണമുണ്ട്, സ്കൂളിൽ നിന്ന് നേരിട്ട് വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആൾ മിണ്ടാതെ പോണത് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് പന്ത് വേണത്ര. ഇപ്പം എന്നാലും റിമോട്ടിൻ്റെ കാരണേന്ന് വാശി പിടിച്ചിരുന്നത്, ഇപ്പോൾ പന്തിനാട്ടോ വാശി പിടിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എവിടുന്നേലും ഒന്ന് വാങ്ങി കൊടുക്കാതെ, ഇതുപോലത്തെ പന്താണ് അവൻ പറയണത് കേട്ടോ. നമുക്ക് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. കയറിച്ച് കയറി അതല്ല ഇങ്ങനത്തെയാണ്. കട്ടിയുള്ളത് 60 രൂപയുടെ ആ ഫ്രണ്ടിൽ തൂങ്ങാൻ വര. പന്തൊന്നും വാങ്ങിയില്ല. 500 രൂപയാണ് ഓൻ വിചാരിച്ച പന്തിന് ഇട്ട. അപ്പോൾ അത് വാങ്ങിയില്ല. ഇനി പിന്നെ എപ്പോഴെങ്കിലും വാങ്ങി കൊടുക്കാൻ വിചാരിക്കണം. അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞ് പോകുന്നത്. പിന്നെ ഞാൻ കെൻസയിൽ പോയി അവിടുന്ന് ഡ്രസ്സ് നോക്കി, പക്ഷെ എനിക്ക് പറ്റിയതൊന്നുമില്ല. ഞാൻ കെൻസയിൽ പോയിട്ടാണ് ഡ്രസ്സ് എടുത്തത്. ഭയങ്കര അപ്പോൾ ഞങ്ങൾക്ക് 6:20 ബസ് കിട്ടൂല കേട്ടോ. അപ്പോൾ അർഷു പണി കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അർഷു വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആൾ പോന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് 7:15 ബസ് കേട്ടോ. അപ്പോൾ അതുവരെ കാത്തുക്കണ്ട, ഞാൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അർഷു വന്ന്. അപ്പോൾ അർഷു വന്നുകൊണ്ട് സമാധാനം ഉണ്ട്, ഇനി വണ്ടിയുമ്പോൾ പോകല. അപ്പോൾ പിന്നെ വേറെ കുറച്ച് അല്ലാത്ത ചില്ലറ ഷോപ്പിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കാച്ചിട്ടാണ്. അപ്പോൾ അതെ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അസ്മിക്കുട്ടനും അർഷും വീട്ടിൽ പോയിട്ട്, അപ്പോൾ എനിക്ക് കുറച്ച് പണികളുണ്ട്. കാരണം ഇതാണ് നമ്മളുടെ ഷർട്ടുകൾ കണ്ട. നാറമ്പ് സ്കൂളത്തെ ഉണ്ട്, മണിയങ്കാട് സ്കൂളിലത്തെ ഉണ്ട്. ഇത് 2ാമത്തെ ഘട്ടം യൂണിഫോം അടിക്കാൻ വന്നതാണ് കേട്ടോ. സ്കൂൾ തുറന്നിപ്പോൾ 2 മാസം ആയിക്കണമെങ്കിലും യൂണിഫോം അടി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം. പിന്നെ ഇതാണ് സിൽസിലയിൽ നിന്ന് വാങ്ങിയ ചുരിദാർ ബിറ്റ്. നല്ല ഭംഗിയില്ല, അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി എന്ന് വെച്ചാൽ നല്ലൊരു കളറ്, എനിക്ക് അതിൻ്റെ കളറാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കണ്ടതിൻ്റെ പ്രൈസ് തന്നെ 795 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ പരിപാടി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, എൻ്റെ മാമൻ്റെ മോളെ ഹൗസ് വാമിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ കേട്ടോ. എനിക്ക് കണ്ട നല്ല ഭംഗിയില്ല, നല്ലൊരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഒക്കെ അതിൻ്റെ കളറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാനധികം പച്ച കളറൊന്നും ഡ്രസ്സുകൾ അങ്ങനെ ഇടാറില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിയാൽ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ പാൻറ്റിൻ്റെ തുണിയൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് ഇതാണ് കേട്ടോ നമ്മളുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ കണ്ട. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചു. പിന്നെ യൂണിഫോം കൊണ്ടുപോകാനുള്ളവർ വന്ന് കൊണ്ടുപോയി. അങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്തതാണ്. ഞാൻ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇത് എന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സംഭവമുണ്ട്, അതാണ് കേട്ടോ കാണിച്ചത്. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകതയാണ്, ഞാൻ ഇപ്പോൾ കാണിച്ചത്. ചിക്കൻ്റെ കാല് അർഷ് കൊണ്ടുവന്നാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു. എനിക്കത് കണ്ടിട്ട് ഞാൻ ആ പരിസരത്ത് നിന്നിട്ടില്ല കേട്ടോ. ഒക്കെ അർഷ് തന്നെയാണ് റെഡിയാക്കിയത്. എന്താ പറയുക, നന്നാക്കി എല്ലാം ചെയ്ത്. ഇത് പിന്നെ ഇന്നലത്തെ കൂന്തൽ ഫ്രൈ ആക്കിയാണ് കേട്ടോ, റോസ്റ്റ് ആക്കിയതിൻ്റെയാണ്. അപ്പോൾ അതുണ്ട്. എനിക്കിത് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു. അർഷ് തന്നെയാണ് എല്ലാം നേരാക്കി മസാല തേച്ചതൊക്കെ അർഷ് തന്നെയാണ് കേട്ടോ. ആൾക്ക് എന്ത് തോന്നിയാണ്. അപ്പോൾ കണ്ട അയ്യോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രത്യേകത തന്നെ. ഞാൻ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇട്ടത് വീട്ടിലത്തെ. അപ്പോൾ അത്രക്കുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.